നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഇന്നും നിയമവും നീതിയും ഒന്നും ബാധകമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അതും പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക്. അതിർത്തിക്കപ്പുറത്ത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചാണ്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഇനി. പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ജീവിതം ഒരു നിലയ്ക്കാത്ത ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UN പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റുകയും അവരുടെ പ്രായത്തേക്കാൾ ഇരട്ടിയോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് റാക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഈ ഒരു വാക്ക് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഇന്നൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മതം മാറ്റുന്നത്. വെറും 10ഓ 12ഓ വയസ്സുള്ള കുട്ടികൾ പോലും ഇതിന് ഇരയാകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുന്നത്? ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ TCS നാസിക് ഓഫീസിൽ നടന്ന മതപരിവർത്തന വിവാദത്തെ ചേർത്ത് വായിക്കാം. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഗൂഢാലോചനയുണ്ടോ? പാകിസ്ഥാനുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് എല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ചില കണക്കുകൾ നോക്കാം. 2026 ഏറ്റവും പുതിയ UN റിപ്പോർട്ട്സ് പ്രകാരം പാകിസ്ഥാനിൽ മതം മാറ്റപ്പെടുന്നവരിൽ 75% ഹിന്ദു പെൺകുട്ടികളാണ്. ബാക്കി 25% ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരും. ഇതിൽ ഭൂരിഭാഗവും നടക്കുന്നത് സിന്ധ് പ്രവിശ്യയിലാണ്. ഇതൊരു സാധാരണ പ്രേമ വിവാഹമോ മറ്റോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇതൊരു കൃത്യമായ പാറ്റേൺ ആണ്. ദരിദ്രരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതായും തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചതായും കോടതിയിൽ രേഖകൾ എത്തുന്നു. പോലീസ് പലപ്പോഴും ഇതിനെ ലവ് മാരേജ്, പ്രേമ വിവാഹം എന്ന് വിളിച്ച് കേസുകൾ ഒതുക്കുന്നു. കോടതികളിലാകട്ടെ വ്യാജമായി നിർമ്മിച്ച പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി ഈ വിവാഹങ്ങൾ നിയമപരമാക്കുന്നു. ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് മരണഭീഷണി, ബ്ലാസ്ഫമി, ദൈവനിന്ദ കേസുകളുമാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചില സ്വാധീന ശക്തികളുണ്ട്. അതിൽ പ്രധാനിയാണ് മിയാൻ മെത്തു. സിന്ധിലെ ഭാർഷുണ്ടി ഷെരീഫ് ദർഗയിലെ തലവനാണ് ഇയാൾ. നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് ഇയാളാണെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പെൺകുട്ടികളുടെ വയസ്സ് രേഖകളിൽ തിരുത്തുന്നു. കോടതിയിൽ പെൺകുട്ടിയെ ഹാജരാക്കുമ്പോൾ അവർ ഭീഷണിക്ക് വഴങ്ങി ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണ് എന്ന് പറയാൻ നിർബന്ധിതരാകുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ തോക്കുധാരികളായ മാഫിയ സംഘങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയ സംരക്ഷണവുമുണ്ട്. ഇതാണ് പാകിസ്ഥാനിലെ സിസ്റ്റമാറ്റിക് ഫെയിലിയർ. ഇനി നമുക്ക് പുതിയ ചില നിയമപരമായ കാര്യങ്ങൾ നോക്കാം. 2025 ഇസ്ലാമാബാദിൽ ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് ആക്ട് പാസാക്കി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ആയി നിശ്ചയിച്ചു. സിന്ധ് പ്രവിശ്യയിലും ഇത്തരം നിയമങ്ങളുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഈ നിയമങ്ങളൊന്നും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല. 2026 മാർച്ചിൽ കറാച്ചിയിൽ നടന്ന വലിയൊരു പ്രതിഷേധം ശ്രദ്ധേയമായിരുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം കോടതി ശരിവച്ചതിനെതിരെയായിരുന്നു അത്. ശരിയ ലോ പ്രകാരം പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാമെന്ന വാദമാണ് പലപ്പോഴും ഈ കൊച്ചു പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത്. പാകിസ്ഥാനിലെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു എന്നത് ഖേദകരമാണ്. ലോകം മുഴുവൻ ഇതിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. UN ഹ്യൂമൻ റൈറ്റ്സ് എക്സ്പേർട്സ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഈ ക്രൂരതകൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ USCIRF, അതായത് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, പാകിസ്ഥാനെ ഒരു കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ ആയിട്ടാണ് കാണുന്നത്. അതായത് മതസ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തൊരു രാജ്യം. ഇനി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് അറ്റാക്ക് ആണ് എന്നാണ് UN എക്സ്പേർട്സ് പറയുന്നത്. പാകിസ്ഥാൻ സർക്കാർ ഈ വേട്ടക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയൊന്നും എടുക്കുന്നില്ല. കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കാത്ത അവസ്ഥ അവിടെ നിലനിൽക്കുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് ഇതിന്റെ പ്രധാന ഇരകളെന്ന് പറയുന്നത്. തങ്ങളുടെ കുട്ടി കാണാതെ ആയെന്ന് പരാതി നൽകാൻ ചെല്ലുന്ന മാതാപിതാക്കളെ തോക്കിൻ മുന്നിൽ നിശബ്ദരാക്കുന്ന ക്രൂരതയാണ് അവിടെ അരങ്ങേറുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ അക്രമം പോലെ നേരിട്ടുള്ളതല്ല എങ്കിലും ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നാസിക്കിലുള്ള TCS ഓഫീസിലും നടന്നത് ഒരു ആസൂത്രിത നീക്കമാണെന്ന ആരോപണമുണ്ടായിരുന്നു. ഏകദേശം 8 വനിതാ ജീവനക്കാരാണ് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ജോലി സ്ഥലത്ത് വെച്ച് തങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയും ഹിന്ദു വിശ്വാസങ്ങളെ കളിയാക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ അകത്തളങ്ങളിൽ പോലും ഇത്തരം മതപരമായ സമ്മർദ്ദങ്ങൾ നടക്കുന്നു എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു.
ടാറ്റ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഇതിനെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ സീറോ ടോളറൻസ് പോളിസി ആയിരിക്കും കമ്പനി സ്വീകരിക്കുക. ഇനി ഈ കേസിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ പുറത്തെ ഏജൻസികളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും പോലീസ് ഇതിനെ അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. മതപരിവർത്തനത്തെ ഒരു ഭീകരപ്രവർത്തനമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ ഹർജി എത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാസി കേസിൽ അറസ്റ്റിലായ പല ജീവനക്കാരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. സംഭവത്തിന്റെ തീവ്രത പരിഗണിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പാകിസ്ഥാനിലേക്ക് വരാം. പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും എണ്ണം വർഷാവർഷം കുറഞ്ഞു വരികയാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ നിർബന്ധിത മതപരിവർത്തനമാണ്. അവിടുത്തെ ലാഹോർ സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും 100 കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ ആയിരക്കണക്കിന് വരും. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ സിന്ധിൽ മാത്രം 1200ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമായി എന്നാണ് കണക്ക്. പല പെൺകുട്ടികളെയും പിന്നീട് കണ്ടെത്തുന്നത് ലൈംഗിക അടിമകളായോ അല്ലെങ്കിൽ നിർബന്ധിത വിവാഹത്തിന് ഇരകളായിട്ടോ ഒക്കെയാണ്. ഈ പെൺകുട്ടികളുടെ ഭാവി എന്താണ്? ഒരു സുപ്രഭാതത്തിൽ മതം മാറാൻ നിർബന്ധിക്കപ്പെടുകയും തങ്ങളെക്കാൾ ഇരട്ടിയോ കൂടുതലോ പ്രായമുള്ളവരുടെ കൂടെ കഴിയാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ, മാനസികാഘാതം വിവരിക്കാൻ തന്നെ പറ്റില്ല. പാകിസ്ഥാൻ വിഷയത്തിൽ UN അംഗരാജ്യങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് തടയാൻ നിയമം കൊണ്ടുവരണമെന്നും 18 വയസ്സ് വിവാഹപ്രായമായി നിജപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അവിടുത്തെ പ്രാദേശിക മതമൗലികവാദികളുടെ എതിർപ്പ് കാരണം ഈ നിയമങ്ങൾ പാസാക്കാൻ പാക് സർക്കാരിന് കഴിയുന്നില്ല. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, പൗരന്മാരോടുള്ള വിവേചനം എന്നിവയെല്ലാം ഈ പെൺകുട്ടികളെ കൂടുതൽ വൾണറബിൾ ആക്കുകയാണ്. പല കുടുംബങ്ങളും പേടിച്ച് തങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും തയ്യാറാകുന്നില്ല. അവർ ഭയക്കുന്നത് ഒന്ന് മാത്രമാണ്, ഒരു ദിവസം വൈകുന്നേരം തങ്ങളുടെ മകൾ തിരിച്ചു വരില്ലേ എന്നുള്ളത്. പാകിസ്ഥാൻ ഇന്ന് ഒരു വലിയ സാമ്പത്തികം അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഒക്കെ ഭീകരമാണ് മനുഷ്യാവകാശങ്ങളുടെ ലംഘനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹം വെറും വാക്കുകളിൽ ഒതുക്കാതെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പാവം പെൺമക്കൾക്ക് രക്ഷയുണ്ടാകൂ. ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള അവകാശമാണ്. എന്നാൽ ഒരാളുടെ മേൽ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയോ മതം മാറ്റുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അത് പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഒരുപോലെ തെറ്റാണ്. ഇത്തരം ശ്രമങ്ങൾ അതെവിടെയായാലും അത് മുളയിലേ നുള്ളേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്, അല്ലാതെ വർഗീയ ലാഭത്തിന് വേണ്ടിയാകരുത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.